ജോബി എന്ന അനുഗ്രഹീത കലാകാരനെ മലയാളിക്ക് മറക്കാനാകില്ല. മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് ജൂറിയുടെ പ്രത്യേക പുരസ്കാരം ലഭിച്ച ഈ കലാകാരൻ പട്ടിണിയും പരിവട്ടവും പരിഹാസവും അതിജീവിച്ച് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന പ്രയത്നശാലിയാണ്. ഇന്ന് അശരണർക്ക് ആലംബമായി മാറിയിരിക്കുന്നു. കാരുണ്യത്തിൻ്റെ കരസ്പർശമായി, സഹജീവികളോടുള്ള കടപ്പാടിനാൽ, സ്നേഹത്തിൻ്റെ പ്രേരണയായി താൻ ചെയ്യുന്ന ഉദാത്തമായ സേവനത്തെ ജീവകാരുണ്യം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാനാകില്ല. മറിച്ച് തൻ്റെ ജീവിതം അശരണർക്കായി മാറ്റിവെച്ച ഈ വലിയ മനുഷ്യനെ കേൾക്കാം. നമസ്കാരം, ഞാൻ ജോബി. സിനിമ, സീരിയൽ, നാടക, മിമിക്രി രംഗത്ത് ഒരു 40 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഒരു എളിയ കലാകാരനാണ്. ഓട്ടിസം പോലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഇന്ന് കേരളത്തിൽ ഒത്തിരിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പാരൻ്റുണ്ട്. കാരണം ചിലയിടങ്ങളിൽ ഈ അച്ഛന്മാർ കളഞ്ഞിട്ട് പോകും, അമ്മമാരുടെ ബാധ്യതയാകും. അപ്പോൾ അവർക്ക് തൊഴിലിന് പോകാനും പറ്റില്ല. 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ടിട്ടേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളിൽ ഏറ്റവും പിന്നോക്കം ഉള്ള അവസ്ഥയിലുള്ള കുട്ടികളെ തിരഞ്ഞ് ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ചില്ല എന്നൊരു സംഘടനയുടെ കീഴിൽ ഞങ്ങൾ ഒരു ഒരു ശ്രമമാണ് ഞങ്ങളുടെ. അവർക്ക് മുഖ്യധാരയിലേക്ക് വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ കമ്പനികളിലോ ഒക്കെ അവർക്ക് പ്രവർത്തിച്ച് അവരുടെ എബിലിറ്റി എന്താണെന്ന് കണ്ടെത്തി ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമുക്ക് അവരെ എന്തെങ്കിലും ഒരു ജോലി അവർക്ക് കൊടുക്കുന്ന രീതിയിൽ, അങ്ങനെ ആ കുടുംബത്തിന് ഒരു വരുമാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ എത്തിക്കണം ഞങ്ങൾക്കെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ അതിന് എനിക്ക് ഉണ്ടാകാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, എൻ്റെ ഇളയ മോനും ഓട്ടിസം ഉള്ളൊരു മോനാണ്. അവൻ സംസാരിക്കത്തില്ല, കോൺസെൻട്രേഷൻ ക്ലിയർ അല്ല, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു 10 ഒരു കുറച്ച് പേരെ കണ്ടെത്തിയിട്ട് അവർക്ക് നല്ല ഈ സാധാരണ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മുടെ അറിവ് അങ്ങോട്ട് പകർന്നു കൊടുക്കുകയാണല്ലോ. ഇതങ്ങനെയല്ല. അവരുടെ സ്കിൽ എന്താണെന്ന് കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്ത് ഏതെങ്കിലും ബ്രാൻഡഡ് കമ്പനിയിലോ, നമ്മൾ പറയും അങ്ങനെയുള്ളൊരു കമ്പനിയിൽ ഇപ്പോൾ നല്ല പഠിത്തം അല്ലെങ്കിൽ നല്ല വരയ്ക്കാൻ കഴിയുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ വരകൾ എല്ലാം കൂടെ കൂട്ടിയെടുത്ത് ഏതെങ്കിലും കമ്പനിയുടെ പ്രൊഡക്റ്റിൽ ചേർത്ത് അത് വിറ്റ് അവർക്ക് കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടാക്കുക. അല്ലെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഓഫീസിൻ്റെ ഫ്രണ്ട് റോയിൽ സ്വീകരണ മുറിയിൽ ഒന്ന് തൊഴുത് അകത്തോട്ട് കയറ്റുന്ന ഒരു, അല്ലെങ്കിൽ ഒരു ടോക്കൺ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. അങ്ങ് പറഞ്ഞു 10ഓളം കുട്ടികളെ അവിടെ അങ്ങ് ഈ ചില്ലയുടെ തണലിൽ വളർത്തുന്നു, അല്ലെങ്കിൽ പരിപോഷിപ്പിച്ച് പക്വതയുള്ളവരായി ഈ മരച്ചില്ല വിട്ട് പറക്കാൻ പ്രാപ്തി ആക്കിയെടുക്കുന്നു എന്ന് ആ ഒരു ഉദ്യമം, അത് അവിടെ തന്നെ താമസിച്ച് അങ്ങനെയാണോ? ഞങ്ങൾ അങ്ങനെയാണ് ശ്രമിക്കുന്നത്. ഇപ്പം അത്രത്തോളം എത്തിയില്ല. ഇപ്പോൾ ഞങ്ങൾ രാവിലെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് കൊടുത്ത് നമ്മൾ വൈകുന്നേരം കൊണ്ടുപോകുന്നു. അതിനുള്ളൊരു ശ്രമമാണ്. ഇതെല്ലാം ഓരോ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം, എങ്കിലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇവരെ പാർപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് പരിശീലനം നൽകുന്ന, ഇവരെ പുനരധിവസിപ്പിക്കുന്ന ആ വസ്തുക്കളും സ്വന്തമാണോ അതോ ലീസിനാണോ? സ്വന്തമാണെന്ന് അനന്യ എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയുടെ കീഴിലാണ് ഞങ്ങളത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചില്ല അനിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. അതല്ലാതെ തന്നെ ഇത് ചെയർമാനുണ്ട്, രഘുത്തമൻ. അദ്ദേഹം നാടക പ്രസ്ഥാന രംഗത്ത് വലിയ ശ്രദ്ധേയമായ അറിയുന്നൊരു വ്യക്തിയാണ്. അഭിനയ എന്ന് പറഞ്ഞൊരു നാടക ട്രൂപ്പിൻ്റെ സംഘാടകനാണ്. സുഹൃത്തുക്കളായിട്ടുള്ള കൂട്ടായ്മയിൽപ്പെട്ട മറ്റാരുടെയെങ്കിലും മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ ഈ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ ഇത് ഇപ്പോൾ തുടങ്ങിയതാണ്. ഈ ഇത്തരം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങിയതാണെങ്കിലും ഇത് 22 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിന് മുൻപിൽ തെരുവിലെ കുട്ടികളെ എടുത്ത് വളർത്തുന്ന ഒരു സംഭവമായിരുന്നു നടന്നിരുന്നത്.
അവരെല്ലാവരും ഓരോ ലെവലിലേക്ക് എത്തി. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അവർക്കും പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ടായി. അതിൽ ഞാൻ ഈ പറഞ്ഞ അനിലായിരുന്നു ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരെല്ലാം അവർക്കും നിയമങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോ ഒരു ഈ 18 വയസ്സ് കഴിഞ്ഞ ഇത്തരം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ഏതെങ്കിലും ഒരു സംഘടനയിൽ ഇതുപോലെ പിന്നെ സംഘടന ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു NGO ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊരു ഗവൺമെൻറ് തലത്തിൽ ഒരു പാർപ്പിടമോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ചെലവുകൾ ഇതിനായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒക്കെ ഇടുന്നതല്ലാതെ തന്നെ പിന്നെ ഞങ്ങൾ ജനങ്ങളെയും ആശ്രയിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ദിവസത്തെ ചിലവ് ഏതാണ്ട് 4000 രൂപയോളം വരുന്നുണ്ട്. എല്ലാം ഭക്ഷണവും പിന്നെ അധ്യാപകർക്കുള്ള ചിലവും ഒക്കെ നോക്കി ഇതിന് ഒരു ദിവസം 4000 രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വിശേഷ ദിവസങ്ങളുണ്ടാകുമല്ലോ. ഓരോ വ്യക്തിക്കും അവരുടെ മാതാപിതാക്കളുടെ ഓർമ്മ ദിനമോ അല്ലെങ്കിൽ അവരുടെ വിവാഹ വാർഷികമോ അല്ലെങ്കിൽ മക്കളുടെ ബർത്ത്ഡേയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിശേഷ ദിവസം അവർ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നമുക്ക് ഈ 4000 രൂപ വന്ന് ഒരു ദിവസം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാം, നമ്മളോടൊത്ത് സഹകരിക്കാം. ഓക്കെ. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കരകുളം എന്ന പ്രദേശത്ത് മുല്ലശ്ശേരി എന്ന സ്ഥലത്ത് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വഴിയുണ്ട്. നേരെ പോയാൽ ചെല്ലിയിലേക്ക് എത്താം. തീർച്ചയായും നിങ്ങളും വരുമെന്ന പ്രതീക്ഷയോടെ. നമസ്കാരം.